നമസ്കാരം. മാസങ്ങളോളം അല്ലെങ്കിൽ ഒരുപക്ഷെ വർഷങ്ങളോളം മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രമാദമായ കേസിൻ്റെ വിചാരണ നടപടികളാണ് ഇന്നലെ ഡൽഹിയിലെ ഒരു കോടതിയിൽ ആരംഭിച്ചത്. കേസ് മറ്റൊന്നുമല്ല, ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കേസാണ്. കഴിഞ്ഞ ഒക്ടോബർ 3-ാം തീയതിയാണ് ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ സ്ഥാപകനായ അതിൻ്റെ മേധാവിയായ പ്രബീർ പുർക്കായസ്ത എന്ന് പറയുന്ന വ്യക്തിയെയും അയാളുടെ HR മാനേജറായിരുന്ന അമിത് ചക്രവർത്തിയെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. തീവ്രവാദ ബന്ധം ആരോപിച്ചായിരുന്നു അറസ്റ്റിനെ തുടർന്ന് പോലീസിന് നേരെ, മോദി സർക്കാരിന് നേരെ ശക്തമായ വിമർശനങ്ങളും അതുപോലെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളുമാണ് ദില്ലിയിലെ ചില എലീറ്റെന്ന് സ്വയം കരുതുന്ന, എലീറ്റെന്ന് പറയുന്നത് ശരിയല്ല, എലീറ്റായിട്ട് സ്വയം കരുതുന്ന ചില മാധ്യമങ്ങളും ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഉയർത്തിയത്. ഇത് മോദി സർക്കാരിൻ്റെ ഫാസിസമാണ്, മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നൊക്കെ അവർ വിളിച്ചു കൂവുന്നത് നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ ഓർമ്മയുണ്ടാകും. തത്വമയി ആ ഒക്ടോബറിൽ 3-ാം തീയതി പ്രബീറിനെ അറസ്റ്റ് ചെയ്തത് മുതൽ ഈ വിഷയം കൃത്യമായി നിരന്തരമായി ഫോളോ ചെയ്യുന്ന ഒരു വിഷയമാണ്. ഈ RP തോട്ട്സിലും നമ്മൾ നിരന്തരം ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊരു ക്ലാസിക് കേസാണ്. മാധ്യമപ്രവർത്തനം എങ്ങനെ എത്ര കൃത്യമായി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ക്ലാസിക് കേസാണ്. എന്ന് മാത്രമല്ല, ഭാരതം പോലെ ഒരു രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഉള്ള ഒരു രാജ്യത്ത് അതിൻ്റെ എല്ലാ അവകാശങ്ങളും പിൻപറ്റിക്കൊണ്ട്, അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രാജ്യവിരുദ്ധത ചെയ്താൽ, അതായത് ചാരപ്പണി, പച്ചയ്ക്ക് പറഞ്ഞാൽ ചാരപ്പണി ചെയ്താൽ എത്രമാത്രം പൈസ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നുകൂടി തെളിയിക്കുന്ന ഒരു കേസാണ് ഈ പറയുന്ന ന്യൂസ് ക്ലിക്കിൻ്റെ കേസ്. അതുതന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവവികാസത്തിൽ നിന്ന് തുടങ്ങാം. ഇന്നലെ ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെൽ, ഈ കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ സെൽ ഡൽഹിയിലെ കോടതിയിൽ സമർപ്പിച്ചത് 8000 പേജുള്ള ചാർജ് ഷീറ്റാണ്. കഴിഞ്ഞ 6 മാസങ്ങളായി കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികളുടെ കൂടി സഹായത്തോടു കൂടി ഡൽഹി പോലീസ് നടത്തിയ വളരെ കൃത്യമായ, വളരെ എഫിഷ്യൻ്റായ അന്വേഷണത്തിൻ്റെ അവസാനമാണ് 8000 പേജുള്ള കൃത്യമായ തെളിവുകൾ ഉള്ള ഒരു ചാർജ് ഷീറ്റ് പോലീസിന് സമർപ്പിക്കാനായത്. ആ ചാർജ് ഷീറ്റിൽ വളരെ കൃത്യമായി ഈ പ്രബീർ പുർക്കായസ്തയും അയാളുടെ ന്യൂസ് ക്ലിക്കും ചെയ്തിരുന്ന കാര്യങ്ങൾ അക്കമിട്ട് പറയുന്നുണ്ട്. ഈ 8000 പേജുകളുള്ള ചാർജ് ഷീറ്റിലെ ആരോപണങ്ങൾ പ്രോസിക്യൂഷന് കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ആട്ടിൻതോലിട്ട ചെന്നായിയാണ് ഈ പ്രബീർ പുർക്കായസ്ത എന്ന് പറയേണ്ടി വരും. കാരണം ഇയാൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല. ഭാരതത്തിലെ സംവിധാനത്തെ, ജനാധിപത്യ സംവിധാനത്തെ അങ്ങേയറ്റം ദുരുപയോഗം ചെയ്ത് ഭാരതത്തിനുള്ളിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും അരാജകത്വം സൃഷ്ടിക്കാനും ചെയ്യാവുന്ന എല്ലാ പണികളും ചെയ്ത ആളായിട്ട് പ്രബീർ പുർക്കായസ്തയെ ഇന്ത്യൻ മാധ്യമ ചരിത്രം ഓർക്കുന്ന, അല്ലെങ്കിൽ കാർക്കിച്ച് തുപ്പേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. സാധാരണഗതിയിൽ നമ്മൾക്കെല്ലാവർക്കും അറിയാം, ഒരു ടെററിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഭീകരവാദി, ഒരു രാജ്യവിരുദ്ധൻ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഒന്നീ ജിഹാദി പ്രവർത്തനം, അതല്ലെങ്കിൽ മാവോയിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് ഭീകരത, ഇതൊന്നും അല്ലെങ്കിൽ വിദേശത്തു നിന്ന് ഫണ്ട് മേടിച്ചുകൊണ്ട് ഭാരതത്തിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ആൾക്കാരെ ഇളക്കി രാജ്യത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക. ഇങ്ങനെയൊക്കെയാണ് രാജ്യവിരുദ്ധർ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചെയ്ത ആളാണ് പ്രബീർ പുർക്കായസ്ത എന്ന് പറയുന്ന ന്യൂസ് ക്ലിക്കിൻ്റെ ഫൗണ്ടർ, സ്ഥാപകനും മാധ്യമപ്രവർത്തകനുമായ വ്യക്തി. അതാണ് അതിനകത്തെ ഏറ്റവും രസം. ഈ 8000 പേജുള്ള കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ 4 തരം കുറ്റകൃത്യങ്ങൾ ഈ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാധ്യമ സ്ഥാപനത്തിൻ്റെ മറവിൽ ഇയാളും ഇയാളുടെ കൂട്ടാളികളും ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് മാവോയിസ്റ്റ് വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് ഭീകരത നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലും വലിയ ചർച്ചാ വിഷയമായതാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരത, മാവോയിസ്റ്റ് ഭീകരത. അവർ രാജ്യത്തിനുള്ളിൽ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കാടുകളിൽ മാത്രമല്ല, നഗരവൽകൃതമായും
അവരുടെ ആക്ടിവിറ്റീസ് ഉണ്ട്. അവരെയാണ് നമ്മൾ അർബൻ നക്സൽസ് എന്നൊക്കെ വിളിക്കുന്നത്. ഈ കൂട്ടർക്ക് വേണ്ടി പ്രബീർ പുർക്കായസ്ഥ വലിയ തോതിൽ പണമിറക്കി എന്ന് വേണം കരുതാൻ. മഹാരാഷ്ട്ര, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിലെ മാവോയിസ്റ്റ് സംഘങ്ങൾക്ക് ഇയാൾ പൈസ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പണം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്നാണ് ഈ കുറ്റപത്രത്തിലെ ഒരു പരാമർശം. ഇത് മാവോയിസ്റ്റുകളുടെ കാര്യമാണെങ്കിൽ, രണ്ടാമത്തേത് നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ്. നഗരങ്ങളിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഇയാൾക്ക് ലഭിച്ച പണം ഇയാൾ ഉപയോഗിച്ചതായി പറയപ്പെടുന്നുണ്ട്. ആൻറ്റി CAA പ്രൊട്ടസ്റ്റ്, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നാട്ടിലുണ്ടായപ്പോൾ അതിനെ ഫണ്ട് ചെയ്യാനും അതിന് ആളെ കൂട്ടാനും പ്രബീർ പുർക്കായസ്ഥയും സംഘവും കാര്യമായി ശ്രമിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ചാർജ്. ഇനി മൂന്നാമത്തെ ചാർജ് ഇതുമായി തന്നെ ബന്ധപ്പെട്ട ഇതുപോലെ മറ്റൊരു പ്രക്ഷോഭം, കർഷക പ്രക്ഷോഭം വന്നപ്പോഴും ഇയാൾക്ക് വിദേശത്ത് നിന്ന് ലഭിച്ച പണം ഇയാൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഇതിനൊക്കെയുള്ള പണം പ്രബീർ പുർക്കായസ്ഥയ്ക്ക് എവിടെ നിന്നാണ് എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അതിനുള്ള ഉത്തരം പറയുന്നതിന് മുമ്പ് മറ്റ് 2 കുറ്റകൃത്യങ്ങൾ കൂടി എടുത്തു പറയാം. മൂന്നാമത്തെ കുറ്റകൃത്യം കാശ്മീർ വയലൻസ് ആണ്. കശ്മീരിൽ ലഷ്കർ-ഇ-തോയ്ബ ഉൾപ്പെടെയുള്ള തീവ്രവാദി സംഘങ്ങളുമായി പ്രബീർ പുർക്കായസ്ഥയും സംഘവും ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളും പോലീസ് ഈ കുറ്റപത്രത്തിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ. ഇനി നാലാമത്തേത് ഭാരതത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് ആഗോളതലത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും ഭാരതത്തിനുള്ളിൽ തന്നെ തെറ്റായ വിവരങ്ങൾ അടങ്ങുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും പ്രബീർ പുർക്കായസ്ഥ ശ്രമിച്ചു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്ന നാലാമത്തെ വലിയ ചാർജ്. അതിൻ്റെ പിന്നിൽ ഇപ്പോൾ ഏത് സംഭവം ഉണ്ടായാലും ഭാരതത്തിൽ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ നടത്തുക അതിലും എളുപ്പമാണ്. അപ്പോൾ ഭാരതത്തിലുണ്ടാകുന്ന ഏതെങ്കിലും ഒരു ചെറിയ വിഷയത്തിലെ ഒരു തർക്കം ഉണ്ടായാൽ പോലും അത് ഊതിപ്പെരുപ്പിച്ച് അതൊരു വലിയ വിഷയമാക്കുക, ഭാരതത്തിനുള്ളിൽ ജീവിക്കുന്ന പൗരന്മാർക്ക് ഇവിടുത്തെ ഭരണകൂടത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുക, ഭാരതത്തിന് പുറത്ത് ഭാരതത്തിൻ്റെ പ്രതിച്ഛായ ഇല്ലാതാക്കുക. ഇത്തരം പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്തിരുന്നത്. അതിന് ഉദാഹരണമായി കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വന്നപ്പോൾ അതിനെക്കുറിച്ചുണ്ടായ ന്യൂസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ചൈനയെ പൂശാനുള്ള ശ്രമങ്ങൾ കോവിഡ് കാലത്ത് നടത്തിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൂടാതെ ഭാരതത്തിൻ്റെ മാപ്പ് ചൈന ആഗ്രഹിക്കുന്ന രീതിയിൽ അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഭാരതത്തിൻ്റെ ഭൂപടം പ്രദർശിപ്പിച്ചു എന്നും വ്യാപിപ്പിച്ചു എന്നും പറയുന്നുണ്ട്, പ്രചരിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. അതുകൂടാതെ ഭാരതത്തിനുള്ളിൽ നടക്കുന്ന അല്ലെങ്കിൽ പല ഭാഗങ്ങളിലായി ഭാരതം പോലെ ഒരു ഇത്രയും വൈവിധ്യങ്ങളും ഇത്രയും വിശാലമായ രാജ്യത്ത് പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടാകും. ആ പ്രശ്നങ്ങളെ ഊതിപ്പെരുപ്പിച്ച് വലിയ തോതിൽ ഭാരതത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് നാലാമത്തെ ചാർജ്. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സാധാരണ തീവ്രവാദികളും ഭീകരവാദികളും രാജ്യവിരുദ്ധരും ഒക്കെ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ പ്രബീർ പുർക്കായസ്ഥ അവിടെ നിന്നില്ല. അയാൾ അതിനപ്പുറം കടന്ന് എല്ലാ മേഖലകളിലും തനിക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഡാമേജ് തനിക്ക് ജന്മം നൽകിയ രാജ്യത്തിനെതിരെ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ 8000 പേജുള്ള കുറ്റപത്രത്തിൽ പറയുന്നത്. ഇനി ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ പണം ലഭിച്ചത്, എത്ര പണമാണ് ലഭിച്ചത്? ഇത് നേരത്തെ തന്നെ പുറത്തു വന്ന വാർത്തയായതുകൊണ്ടാണ് ആദ്യം പറയാഞ്ഞത്. 91 കോടി രൂപയാണ് പ്രബീർ പുർക്കായസ്ഥ എന്ന് പറയുന്ന വ്യക്തി നടത്തുന്ന ഈ ഡിജിറ്റൽ ന്യൂസ് പ്ലാറ്റ്ഫോമിന് ലഭിച്ച തുക. ഒരു ഡിജിറ്റൽ ന്യൂസ് പ്ലാറ്റ്ഫോം നടത്താൻ ഇത്രയൊന്നും പൈസയുടെ ആവശ്യമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തത്വമയി പോലെ ഒരു സ്ഥാപനമാണ് ഈ ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന സ്ഥാപനം. നമ്മൾ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നവർ വലിയ തോതിൽ വലിയ വെല്ലുവിളികളാണ് എല്ലാ അർത്ഥത്തിലും നേരിടുന്നത്. ആ സമയത്താണ് രാജ്യവിരുദ്ധതയ്ക്ക് വേണ്ടി ഇങ്ങനെയൊരു മാധ്യമ സ്ഥാപനം കെട്ടിപ്പടുത്ത പ്രബീർ പുർക്കായസ്ഥയെ പോലെ ഒരു രാജ്യദ്രോഹിക്ക് 91 കോടി രൂപ ലഭിക്കുന്നത് എന്നാലോചിക്കണം. ഈ 91 കോടി രൂപ ഇയാൾക്ക് ലഭിച്ച വഴിയും വളരെ രസകരമാണ്. പോലീസ് പറയുന്നതനുസരിച്ച് ചൈനയിൽ നിന്നുള്ള പണം അമേരിക്ക വഴി റൂട്ട് ചെയ്താണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. അതിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് നെവിൽ റോയ് സിംഗം എന്ന് പറയുന്ന അമേരിക്കൻ പൗരത്വമുള്ള
ചൈനയിലെ ഷാങ്കായിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോടീശ്വരനായ ബിസിനസ്സുകാരനാണ്. അയാൾ ടെക്നോളജി രംഗത്ത് പ്രവർത്തിക്കുന്ന കോടീശ്വരനായ ഒരു ബിസിനസ്സുകാരനാണ് നെവിൽ റോയ് സിംഗം. ഇയാൾക്ക് ശ്രീലങ്കൻ പൈതൃകമാണ് ഉള്ളത് എന്ന് പറയപ്പെടുന്നു. ഇയാളാണ് ഈ പൈസ പ്രബീർ പുർക്കായസയ്ക്കും സംഘത്തിനും എത്തിച്ചത് എന്നാണ് ചാർജ് ഷീറ്റ് പറയുന്നത്. അപ്പോൾ പണം വന്ന റൂട്ട് വളരെ വ്യക്തമാണ്, പണം കൊണ്ടുവന്ന രീതികൾ വ്യക്തമാണ്, പണം എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിന് ഇത്ര വലിയ പ്രാധാന്യമുള്ളത്. ഈ കേസ് വളരെ ശക്തമാണ് എന്ന് ഞാൻ പറയുന്നതിന് കാരണം, ഇന്നലെ കോടതിയിൽ ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ലിനു വേണ്ടി ഹാജരായ പ്രോസിക്യൂട്ടർ പറഞ്ഞതനുസരിച്ച് 8ഓളം സാക്ഷികൾ ഇതിൽ ഉണ്ട്. ആ സാക്ഷികൾക്ക് സംരക്ഷിതരായ സാക്ഷികളാണ്. അതുകൊണ്ട് അവരുടെ പേര് വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. നേരത്തെ ഒക്ടോബർ 3 പ്രബീർ പുർക്കായസയോടൊപ്പം അറസ്റ്റിലായ ന്യൂസ് ക്ലിക്കിൻ്റെ HR മേധാവി അമിത് ചക്രവർത്തി, അയാൾ മാപ്പ് സാക്ഷിയുമായിട്ടുണ്ട്. അതുകൊണ്ട് പ്രബീറിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ നിന്ന് ഊരിപ്പോരുക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, മാധ്യമപ്രവർത്തകരായാലും അഭിഭാഷകരായാലും അതേപോലെ പൊതുപ്രവർത്തകരായാലും ശരിക്കും ഇവർക്കൊക്കെ ഈ രാജ്യം കൽപ്പിച്ചു നൽകുന്ന ചില സ്ഥാനങ്ങളും അല്ലെങ്കിൽ ചില പ്രത്യേകതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന ഈ ഒരു അംഗീകാരം അത് അവർക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്, ദുരുപയോഗം ചെയ്യാൻ അതിലും എളുപ്പമാണ്. മനുഷ്യാവകാശ പ്രവർത്തകരായാലും മാധ്യമപ്രവർത്തകരായാലും അവർ പലപ്പോഴും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വലിയ വാചാലരാകാറുണ്ട്. പക്ഷേ ഇത് ഉപയോഗിച്ച് രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കാനും രാജ്യവിരുദ്ധത ചെയ്യാനുമുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. കാരണം ഇതിൻ്റെ ഇടയിലുള്ള രേഖ, നിയമവിരുദ്ധതയ്ക്കും നിയമപരമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾക്കിടയിലുള്ള ആ രേഖ എന്ന് പറയുന്നത് വളരെ നേർത്തതാണ്. അത് പലപ്പോഴും ലംഘിക്കപ്പെടും എന്നുണ്ടെങ്കിലും പലപ്പോഴും അത് പിടിക്കപ്പെടാറില്ല. അതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകരായി ചിലർ രാജ്യവിരുദ്ധതയൊക്കെ പ്രചരിപ്പിക്കാൻ പലപ്പോഴും നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ പെൺകുട്ടികൾ കൊല്ലപ്പെടുന്നുണ്ട്, പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യുന്നുണ്ട്. ഈ കേരളം എന്ന് നമ്മളെപ്പോഴും പറയുന്ന കേരളത്തിൽ പോലും നമ്മൾക്കറിയാവുന്ന എത്രയോ കേസുകളുണ്ട്. പക്ഷേ അവിടെ എങ്ങും എത്താത്ത മാധ്യമപ്രവർത്തകൻ, മലയാളി മാധ്യമപ്രവർത്തകൻ ഹത്രാസിലേക്ക് ഓടിയതിൻ്റെ കഥയും നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായ അജണ്ടയുടെ ഭാഗമായി, കൃത്യമായ പദ്ധതിയുടെ ഭാഗമായി ചെയ്യുന്നതാണ് ഈ രാജ്യത്തെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാനും ഈ രാജ്യത്തെ വികസനത്തിൻ്റെ പാതയിലേക്ക് മുന്നേറുന്ന ഈ രാജ്യത്തെ എങ്ങനെയെങ്കിലും പുറകിൽ നിന്ന് പിടിച്ചു വലിക്കാനും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തായാലും അങ്ങനെ ചെയ്യുന്ന എല്ലാ രാജ്യവിരുദ്ധർക്കും ഒരു വലിയ പാഠമാകാൻ ഈ പ്രബീർ പുർക്കായസയുടെ ന്യൂസ് ക്ലിക്കിൻ്റെ കേസ് അതിനൊരു കാരണമാകട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ നമ്മൾക്കും ആശിക്കാനാവുകയുള്ളൂ. നമസ്കാരം.